الحمد لله الذي أنزل آيات بينات وكتاب مبين ولم يجعل له عوجا منه آيات محكمات هن أم الكتاب اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിനുള്ള പോഴി 33ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് പോകേണ്ടത് ഭാഷാ പഠനത്തിലേക്കാണ്. ഖുർആൻ പഠനത്തിനുള്ള പോഴിയുടെ അതിൻ്റെ ഐഡൻറ്റിറ്റി, അതിൻ്റെ പ്രത്യേകത തന്നെ നമ്മുടെ ഭാഷാ പഠന രീതിയാണ്. അപ്പം അതുകൊണ്ട് ഭാഷാ പഠനത്തിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പദപരിവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാഷാ പഠനം. അതാണ് അറബി ഭാഷയിലെ ഏകദേശം 50%. അപ്പോൾ അത് വശമായാൽ നിങ്ങൾ അറബി ഭാഷയെ കൈപ്പിടിയിൽ ഒതുക്കി. അത് യഥാർത്ഥത്തിൽ ലളിതവുമാണ്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ സബ്ബഹ ഗ്രൂപ്പ് പഠിച്ചു. സബ്ബഹ ഗ്രൂപ്പിന്റെ പ്രത്യേകത, നമ്മൾ 3 അക്ഷരങ്ങൾ മാത്രമുള്ള ക്രിയകൾ നസറ യൻസുറു എന്ന് വന്നാൽ അതിന്റെ ക്രിയാധാതു എങ്ങനെ വരും? നസ്റുൻ എന്ന് ക്രിയാധാതു വരും. അതേസമയം ഫഅല യഫ്അലു എന്ന ക്രിയയുടെ, അത് നമുക്ക് ഫത്തഹ ബാബു തന്നെ എടുത്ത് നോക്കാം, ഫത്തഹ ഗ്രൂപ്പ് തന്നെ എടുത്ത് നോക്കാം. ഫത്തഹ യഫ്തഹു ഗ്രൂപ്പിലെ ഫത്തഹ യഫ്തഹു എന്ന ക്രിയ, ഫത്തഹ എന്ന ക്രിയയുടെ അപൂർണ ക്രിയ യഫ്തഹു, അതിന്റെ ക്രിയാധാതു ഫത്ഹുൻ എന്നാണ് വരുന്നത്. അതേ ഗ്രൂപ്പിൽപ്പെട്ടത് തന്നെയാണല്ലോ ഫഅല യഫ്അലു, അതിന്റെ ക്രിയാധാതു ഫിഅലുൻ എന്നാണ് വരുന്നത്. അപ്പോ അതേപോലെ ഷഫഅ യശ്ഫഉ എന്ന് ക്രിയ വന്നു, ഫത്തഹ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഷഫഅ യശ്ഫഉ, അതിന്റെ ക്രിയാധാതു എന്താ? അതിന്റെ ക്രിയാധാതു ഷഫാഅത്തുൻ എന്നാണ്. ദഹബ യദ്ഹബു പഠിച്ചു, ഫത്തഹ ഗ്രൂപ്പിൽപ്പെട്ട ദഹബ യദ്ഹബു, അതിന്റെ ക്രിയാധാതു ദഹാബുൻ എന്നാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ 3 അക്ഷര ക്രിയകൾ ഒരേ ഗ്രൂപ്പിൽപ്പെട്ടതാണെങ്കിൽ പോലും അതിൻ്റെ ക്രിയാധാതുക്കൾ വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ പറഞ്ഞു പഠിക്കണം. അതേസമയം സബ്ബഹ ഗ്രൂപ്പ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രൂപ്പുകളെ നമുക്ക് പല വകുപ്പുകളായിട്ട് തിരിക്കാം, പല ഇനങ്ങളായി തിരിക്കാം. ഒന്നാമത്തെ ഇനം 3 അക്ഷരങ്ങളോടൊപ്പം 1 അക്ഷരം അധികമായി വന്നതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. രണ്ടാമത്തെ ഗ്രൂപ്പ് 1 അക്ഷരം അധികമായി വന്നത് തന്നെയാണ്, പക്ഷേ തുടക്കത്തിൽ ആ ചേർന്നതാണ്. അതേപോലെ മൂന്നാമത്തെ ഗ്രൂപ്പ് 3 അക്ഷരങ്ങളോടൊപ്പം 1 അക്ഷരം അധികമായി വന്നതാണ്, പക്ഷേ ആ അധികമായി വന്നത് അക്ഷരം ഇടയിൽ ഒരു അരിഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ 3 അക്ഷരങ്ങളോടൊപ്പം 1 അക്ഷരം അധികമായി വരുന്നത് ഒന്നുകിൽ മധ്യത്തെ അക്ഷരം ഇരട്ടിപ്പിക്കുന്നതാകാം, സബ്ബഹ പോലെ. അതിൻ്റെ എല്ലാ ഇനങ്ങളും, അതിൻ്റെ എല്ലാ വകഭേദങ്ങളും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും.
ഏത് ക്രിയ എടുത്താലും അതിൽ യാതൊരു മാറ്റവും വരില്ല. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ക്രിയാധാതുവിനാണല്ലോ മാറ്റം വരുന്നത്. അപ്പൊ ക്രിയാധാതു എല്ലാത്തിൻ്റെയും സബ്ബഹ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ ക്രിയയുടെയും ക്രിയാധാതു ഒരേപോലെ തന്നെയായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇനി നിങ്ങൾ സബ്ബഹ ഗ്രൂപ്പിന്റെ ഒരു മാസ്റ്റർ ടേബിൾ തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കും മാസ്റ്റർ ടേബിൾ? നേരത്തെ മാസ്റ്റർ ടേബിൾ തയ്യാറാക്കിയതുപോലെ തന്നെ ഫത്തഹ ഗ്രൂപ്പിന്റെ മാസ്റ്റർ ടേബിൾ തയ്യാറാക്കിയതുപോലെ, വജിദ ഗ്രൂപ്പിന്റെ മാസ്റ്റർ ടേബിൾ തയ്യാറാക്കിയതുപോലെ സബ്ബഹ ഗ്രൂപ്പിന്റെ മാസ്റ്റർ ടേബിൾ തയ്യാറാക്കും. ആദ്യം മുകളിൽ, അതായത് നിങ്ങൾക്ക് A4 പേപ്പറിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ A4 സൈസിലുള്ള ബുക്ക് കിട്ടും, ആ രീതിയിൽ ഉണ്ടാക്കാം. ഇതാണ് A4 സൈസ് പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കോപ്പി എടുക്കുമ്പോൾ കിട്ടുന്ന A4 സൈസാണ്. ഇതിലെഴുതിയാലും മതി നിങ്ങൾ. പക്ഷെ വലിയ ചാർട്ട് പേപ്പറിൽ എഴുതി ഡിസ്പ്ലേ ചെയ്താൽ അത് നല്ലത്. പക്ഷേ ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വാട്സപ്പിൽ ഷെയർ ചെയ്യണം. ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്താൽ മതി. അപ്പം നമുക്കറിയാം ആരൊക്കെയാണ് അയച്ചെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ 21 രൂപം മുകളിൽ എഴുതുക. കാൽ ഭാഗം എന്ത് ചെയ്യണം? ബാക്കിയിട്ടേക്കണം. കാൽ ഭാഗം ബാക്കിയിട്ടേക്കണം. കാൽ ഭാഗം എടുക്കാൻ അറിയാമല്ലോ. നേരായിട്ട് മടക്കിയാൽ കാൽ ഭാഗമായി. ഏകദേശം ഇട്ടിട്ട് കാൽഭാഗത്തിൽ അല്പം കൂടിയാലും കുഴപ്പമില്ല. കാൽ ഭാഗം ബാക്കിയിട്ടേക്കുക. കാൽ ഭാഗം ബാക്കിയിട്ടിട്ട് സബ്ബഹ ഗ്രൂപ്പിന്റെ ക്രിയകൾ ബഹുവർണ്ണ അക്ഷരങ്ങളിലാണ് എഴുതേണ്ടത്. ബഹുവർണ്ണ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ കളർഫുൾ ആയിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബഹുവർണ്ണം. അപ്പോൾ പല നിറങ്ങളിൽ എഴുതണം. സബ്ബഹു നിങ്ങൾ കളർ മാറ്റി എഴുതാൻ പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആകർഷണമായി തോന്നുന്നത് ആ രീതിയിൽ നിറങ്ങൾ കൊടുത്ത് എഴുതുക. എന്നാലേ വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രത്യേകത അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം അതിന് കളർ കൊടുക്കുക. ഏത് രീതിയിൽ കളർ കൊടുക്കണമെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ സബ്ബഹ ഗ്രൂപ്പിന്റെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതല്ല കേട്ടോ, ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് പറയാൻ പോകുന്നേ ഉള്ളൂ. മാസ്റ്റർ ടേബിൾ ആദ്യം 21 രൂപം മുകളിൽ എഴുതുന്നു. അതിന്റെ താഴെ സബ്ബഹ ഗ്രൂപ്പിലുള്ള ക്രിയകൾ ഏതൊക്കെയാണെന്ന് എങ്ങനെ അറിയാം? സബ്ബഹ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയകൾ ഖുർആനിൽ വന്നിട്ടുള്ളത് നാം ഇവിടെ എടുത്തു ചേർത്തിട്ടുണ്ട്. B1 ഗ്രൂപ്പ് 279 പേജിൽ ഇടത് സൈഡിൽ സബ്ബഹ, നസ്സല, കസ്സബ, അസ്സബ. പിന്നെ ഒരു സൊല്ല എന്ന ദുർബലാക്ഷരം അടങ്ങിയ ക്രിയയുണ്ട്. ആദ്യം ഇവിടെ എഴുതണ്ട. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, വജദ യജിദുവിന്റെ മാസ്റ്റർ ടേബിൾ തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ വജദ ഗ്രൂപ്പിൽ നമ്മൾ നേരത്തെ പഠിച്ചത് ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നവയെന്ന് മാത്രമാണ് പഠിച്ചത്. അതേസമയം ദുർബലാക്ഷരം തുടക്കത്തിൽ വന്ന ക്രിയകളെ മധ്യത്തെ അടയാളം എന്ത് എന്നതിനെ അടിസ്ഥാനമാക്കി കൂടി നമുക്ക് തിരിക്കാം. അതുകൊണ്ടാണ് വജദ യജിദുവിന്റെ അഥവാ മധ്യത്ത് ഫത്തഹുള്ള പൂർണ്ണക്രിയയിൽ മധ്യത്ത് ഫത്തഹുള്ളതും അപൂർണക്രിയയിൽ മധ്യത്ത് കെസ്റുള്ളതുമാണ് എഴുതാൻ പറയും മാസ്റ്റർ ടേബിൾ. അതേസമയം സബ്ബഹ ഗ്രൂപ്പ് എഴുതുമ്പോൾ അപ്പോൾ വജദ യജിദ് പോലെ വസഫ യസിഫു ആകും. അതേപോലെ വഅദ എഴുതും വജദ യജിദ് പോലെയാണ്. അതേസമയം വസീറ യസറു, വസീറ എന്ന് പറയുമ്പോൾ ദുർബലാക്ഷരം തുടക്കത്തിൽ മധ്യത്തിൽ പൂർണ്ണക്രിയയിൽ മധ്യാക്ഷരം കെസ്റാണ് വസീറ, അപൂർണക്രിയയിൽ യസറു എന്ന് വന്നു. അപ്പോൾ സമിയ യസ്മ ഗ്രൂപ്പാണത്. അതേസമയം സബ്ബഹ ഗ്രൂപ്പിനാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല. നമുക്ക് ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ദുർബലാക്ഷരം അടങ്ങിയ ക്രിയകൾ പ്രത്യേകം നമ്മൾ വേറെ പഠിക്കും. അതുകൊണ്ട് ദുർബലാക്ഷരം വരാത്ത ക്രിയകൾ, വരാത്ത ക്രിയകൾ. അപ്പോൾ സബ്ബഹ വീണ്ടും എഴുതണം കേട്ടോ. സബ്ബഹ ഗ്രൂപ്പിന്റെ
മാസ്റ്റർ ടേബിൾ മുകളിൽ എഴുതിയിട്ട് താഴെ വീണ്ടും സബ്ബഹ ഒരു പ്രാവശ്യം, നസ്സല, കസ്സബ, അസ്സബ, സഹറ, ഖദ്ദമ, അല്ലമ, ബശറ, ത്വഹറ, ബദ്ദല, ബയ്യന, സയ്യന, സ്വദ്ദഖ, നബ്ബഅ. ഇത്രയും ക്രിയകൾ അതിൻ്റെ താഴെ എഴുതി ചേർക്കുക. ലളിതമായ സംഗതിയാണ്. അതാണ് ഇന്നത്തെ പ്രധാന പഠനം. ഇന്ന് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ സബ്ബഹയുടെ മാസ്റ്റർ ടേബിൾ ഉണ്ടാക്കാൻ പഠിച്ചു എന്നാണ് പറയുന്നത്. സബ്ബഹയുടെ മാസ്റ്റർ ടേബിൾ ഉണ്ടാകുമ്പോൾ ദുർബലാക്ഷരം അടങ്ങിയ ക്രിയകൾ ആ ടേബിളിൽ എഴുതേണ്ടതില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന എല്ലാ ക്രിയകളും ആ ടേബിളിൽ എഴുതി ചേർക്കും. അപ്പൊ താഴെ എഴുതി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു കോളം വരയ്ക്കാം. ഒരു ടേബിൾ, ചെറിയൊരു ടേബിൾ വരച്ചിട്ട് അതിൽ ഈ പറഞ്ഞ ക്രിയകളെല്ലാം ഒരു പ്രാവശ്യം എഴുതി ചേർക്കണം. സബ്ബഹ, നസ്സല, കസ്സബ. അപ്പോൾ മൂന്നെണ്ണം എത്ര ക്രിയകളുണ്ടെന്ന് നോക്കിയിട്ട് 3-4 കോളമാക്കി തിരിച്ച് അവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, അങ്ങനെ എഴുതി വയ്ക്കാൻ പറയുന്നത് കൊണ്ട് എന്നിട്ട് എഴുതി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? സബ്ബഹയുടെ ടേബിൾ നോക്കിയിട്ട് നസ്സല പറയാൻ പറ്റണം. മാസ്റ്റർ ടേബിൾ ഒന്ന് തന്നെ. ഒരു ടേബിൾ നോക്കി മറ്റേ ക്രിയ പറയണം. കസ്സബ പറയണം. സബ്ബഹയുടെ ടേബിൾ നോക്കി അസ്സബ പറയണം. അതേ ടേബിൾ നോക്കി തന്നെ സഹറ പറയാൻ പറ്റണം. ഖദ്ദമ പറയണം. അങ്ങനെ എല്ലാ ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ ഏത് ക്രിയയും സൊല്ല ഒഴിച്ച്, കാരണം സൊല്ല മാത്രമാണ് ദുർബലാക്ഷരം ഉള്ളത്. അതേപോലെ അവസാനം വരുമ്പോൾ നജ്ജ, വല്ല ഉണ്ട്. ഇതൊന്നും ഇവിടെ എഴുതണ്ട. ദുർബലാക്ഷരം വരാത്ത ക്രിയകൾ അവിടെ എഴുതി ചേർക്കണം. ആ മാസ്റ്റർ ടേബിൾ നോക്കിയിട്ട് അവിടെ പറഞ്ഞ ആ ക്രിയകളുടെ പട്ടിക നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഒരു പണിയും കൂടെ ഉണ്ട്. അത് വർക്ക് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോലെ തിരഞ്ഞെടുത്ത 6 രൂപങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 6 രൂപങ്ങൾ. പൂർണ്ണക്രിയയുടെ 1 രൂപം, അപൂർണക്രിയയുടെ 1 രൂപം, കൽപ്പനക്രിയയുടെ 1, കർത്താവ്, കർമ്മം, ക്രിയാധാതു. ഇങ്ങനെ 5 രൂപങ്ങൾ. അതായത് നമ്മൾ ഒരു ക്രിയയുടെ തുടക്ക രൂപം ആദ്യം പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 6 രൂപം എന്ന് പറയാം. പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, കർത്താവ്, കർമ്മം, ക്രിയാധാതു. ക്രിയകളുടെ തിരഞ്ഞെടുത്ത 6 രൂപങ്ങൾ. ആ 6 രൂപങ്ങളും എഴുതണം. അപ്പോൾ 21ന്റെ ഒരു ടേബിൾ, അതിൻ്റെ താഴെയാണല്ലോ മാസ്റ്റർ ടേബിളിലും ആ ഇനത്തിൽ വരുന്ന മറ്റ് ക്രിയകൾ എഴുതി ചേർക്കേണ്ടത്. അപ്പൊ ഇത് ഒരു ദിവസത്തെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനുള്ളത്. സെക്കൻഡ് ഡേയിലെ ആക്ടിവിറ്റി 7 ദിവസം ഉണ്ടല്ലോ. സെക്കൻഡ് ഡേയിലെ ആക്ടിവിറ്റി എന്താണ്? ഈ പറഞ്ഞ എല്ലാ ക്രിയകളുടെയും 6 രൂപങ്ങൾ വർക്ക് ബുക്കിൽ എഴുതണം. സബ്ബഹ, യുസബ്ബിഹു, സബ്ബഹ്, മുസബ്ബിഹൻ, മുസബ്ബഹൻ, തസ്ബീഹൻ. അതേപോലെ നസ്സല, യുനസ്സിലു, നസ്സിൽ, മുനസ്സിലുൻ, മുനസ്സലുൻ, തൻസീലുൻ. ഈ രീതിയിൽ ആ മാസ്റ്റർ ടേബിൾ തയ്യാറാക്കും. ഇന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് സബ്ബഹ, നസ്സലയും കഴിഞ്ഞിട്ട് കസ്സബയും അസ്സബയുമാണ്. ഇതെല്ലാം 36-37 രൂപ പ്രാവശ്യമൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് കസ്സബ നോക്കാം. കസ്സബ എന്ന ക്രിയ പഠിക്കുന്നതിന് മുമ്പായി ഈ 3 അക്ഷര ക്രിയകളുടെ പ്രത്യേകത പറഞ്ഞല്ലോ. അല്ല, ഈ 3+1 3 അക്ഷരങ്ങളോടൊപ്പം 1 അക്ഷരം അധികമായി വരുന്ന ക്രിയകളുടെ പ്രത്യേകത എന്താണ്? അതിൽ ഷദ്ദില്ലാത്ത ഒരു രൂപം 3 അക്ഷര ക്രിയകളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് കസ്സബ എന്ന ക്രിയ വരുമ്പോൾ കസബ എന്ന ക്രിയയുമുണ്ട്. കസബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു. കസ്സബ എന്ന് പറഞ്ഞാൽ വേറൊരാളെ കളവാക്കി എന്ന് പറഞ്ഞാൽ എ പറയുകയാണ് ബി പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ എ എന്ത് ചെയ്തു? ബിയെ കസ്സബ എന്ന് പറയാം.
കസ്സബ എ എന്ത് ചെയ്തു? കളവാക്കി. ബി എ കളവാക്കി. അപ്പോൾ അങ്ങനെയുള്ള സംഗതിക്കാണ് കസ്സബ എന്ന് പറയുന്നത്. കസ്സബ എന്ന് പറഞ്ഞാൽ എ പറഞ്ഞത് തന്നെ കള്ളമാണ്. എ പറഞ്ഞത് തന്നെ കള്ളമാണ്. യഥാർത്ഥത്തിൽ കളവാക്കി എന്ന് പറയുമ്പോൾ ബി ആണ് കള്ളം പറഞ്ഞത്. അല്ല, സോറി, ബി എന്ത് ചെയ്തു? ബി കള്ളം പറഞ്ഞു എന്ന് എ പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. കള്ളമാരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലോ കളവാക്കുന്നത്. ശരി പറഞ്ഞുകൊണ്ടാണ് കളവാക്കുന്നത്. ശരി പറഞ്ഞ ആള് പറഞ്ഞ് തെറ്റാണ് എന്ന് വേറൊരാൾ പറയുക. അതിനാണ് കളവാക്കുക എന്ന് പറയുന്നത്. കസ്സബ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ പറഞ്ഞു നോക്കുക. കസ്സബ കളവ് പറഞ്ഞു, കസ്സബ കളവാക്കി. കസ്സബ അവൻ കളവാക്കി. കസ്സബു അവർ കളവാക്കി. കസ്സബത്ത നീ കളവാക്കി. കസ്സബത്തും നിങ്ങൾ കളവാക്കി. കസ്സബത്തു ഞാൻ കളവാക്കി. കസ്സബന നാം കളവാക്കി. കസ്ജിബ് നീ കളവാക്കൂ. കസ്ജിബൂ നിങ്ങൾ കളവാക്കൂ. ലാ തുകസ്ജിബ് നീ കളവാക്കരുത്. ലാ തുകസ്ജിബൂ നിങ്ങൾ കളവാക്കരുത്. കർത്താവ് മുകസ്ജിബുൻ കർമ്മം, മുകസ്സബുൻ ക്രിയതാതു, തക്സീബുൻ. അപ്പോ കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും രൂപങ്ങൾ 3+ ലെറ്റേഴ്സിൽ ഒരു യൂണിഫോം സിസ്റ്റമാണ്. എന്താണ് യൂണിഫോം സിസ്റ്റം? ക്രിയയുടെ കൂടെ മൂ ചേർക്കണം. ക്രിയയുടെ കൂടെ മൂ ചേർക്കുമ്പോൾ കർത്താവായി, ക്രിയയുടെ കൂടെ മൂ ചേർക്കണം. അവസാനത്തിന് മുമ്പുള്ളതിന് കസ്ർ കൊടുക്കണം. അപ്പോൾ കർത്താവായി. അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹ കൊടുത്താൽ എന്തായി? കർമ്മമായി. പിന്നെ തസ്ബീഹ് പോലെ തക്ദീബ് കളവാക്കൽ. ഹിയ കസ്സബത് ഹിയ തുകസ്സിബു. അറബി മാത്രം പറയാം. കസ്സബ കസ്സബു, കസ്സബത കസ്സബതും, കസ്സബതു കസ്സബന, യുകസ്സിബു യുകസ്സിബൂന, തുകസ്സിബു തുകസ്സിബൂന, ഉകസ്സിബു നുകസ്സിബു. കസ്സിബ് കസ്സിബൂ, ലാ തുകസ്സിബ് ലാ തുകസ്സിബൂ, മുകസ്സിബുൻ മുകസ്സബുൻ തക്സീബുൻ, ഹിയ കസ്സബത് ഹിയ തുകസ്സിബു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ മാസ്റ്റർ ടേബിളിനെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ കസ്സബയെ കുറിച്ച് പറഞ്ഞതോ ആയ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? അസ്സബയും നമുക്ക് എഴുതാം. അസ്സബ എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു എന്നാണ്. ഇതിന്റെ 3 അക്ഷര ക്രിയാരൂപം ഇതേ അർത്ഥത്തിലല്ല വരുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കസബ എന്ന് പറഞ്ഞാൽ കളവാക്കി. കസബ എന്ന് പറഞ്ഞാൽ സ്വയം കളവ് പറഞ്ഞു. കസബ വേറൊരാൾ പറഞ്ഞതിനെ കള്ളമാണ് എന്ന് പറഞ്ഞു. കസബ കളവാക്കി. അതേ ഘടനയിലല്ല അസ്സബ വരുന്നത്. അസ്സബ എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു എന്നാണ് അതിന്റെ തന്നെ അർത്ഥം. അസ്സബ ശിക്ഷിച്ചു. അപ്പോ അസ്സബ അവൻ ശിക്ഷിച്ചു. അസ്സബു അവർ ശിക്ഷിച്ചു. അസ്സബത്ത നീ ശിക്ഷിച്ചു. അസ്സബത്തും നിങ്ങൾ ശിക്ഷിച്ചു. അസ്സബത്തു ഞാൻ ശിക്ഷിച്ചു. അസ്സബന നാം ശിക്ഷിച്ചു. യുഅദ്ദിബു അവൻ ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കും. യുഅദ്ദിബൂന അവർ ശിക്ഷിക്കുന്നു. തുഅദ്ദിബു നീ ശിക്ഷിക്കുന്നു. തുഅദ്ദിബൂന നിങ്ങൾ ശിക്ഷിക്കുന്നു. ഉഅദ്ദിബു ഞാൻ ശിക്ഷിക്കുന്നു. നുഅദ്ദിബു ഉഅദ്ദിബു ഞാൻ ശിക്ഷിക്കുന്നു. നുഅദ്ദിബു നാം ശിക്ഷിക്കുന്നു. മുഅദ്ദിബുൻ
മുഅദ്ദിബുൻ ശിക്ഷിക്കുന്നവൻ, മുഅദ്ദബുൻ ശിക്ഷിക്കപ്പെടുന്നവൻ, തഅദീബുൻ ശിക്ഷിക്കൽ, തഅദീബ് ശിക്ഷിക്കൽ. ഹിയ അസ്ദബത്ത് അവൾ ശിക്ഷിച്ചു, ഹിയ തുഅദ്ദിബു അവൾ ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കും. ഖുർആനിൽ 49 പ്രാവശ്യം ഈ ക്രിയ ആവർത്തിക്കുന്നുണ്ട്. അറബി മാത്രം. അസ്ദബ അസ്ദബു, അസ്ദബത അസ്ദബതും, അസ്ദബതു അസ്ദബന, യുഅദ്ദിബു യുഅദ്ദിബൂന, തുഅദ്ദിബു തുഅദ്ദിബൂന, വഅദ്ദിബു നുഅദ്ദിബു, അദ്ദിബ് അദ്ദിബു, ലാ തുഅദ്ദിബ് ലാ തുഅദ്ദിബു, മുഅദ്ദിബുൻ മുഅദ്ദബുൻ തഅദീബുൻ, ഹിയ അസ്ദബത് ഹിയ തുഅദ്ദിബു. ഓക്കെ, ഇനി നമുക്ക് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടായ ഖുർആനിലേക്ക് പോകാം. അപ്പോൾ മാസ്റ്റർ ടേബിളിനെ കുറിച്ച് പറഞ്ഞു. 2 മാസ്റ്റർ ടേബിൾ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വജദയുടെ മാസ്റ്റർ ടേബിളും ഇപ്രാവശ്യം പറഞ്ഞ സബ്ബഹയുടെ മാസ്റ്റർ ടേബിളും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പ്രത്യക്ഷത്തിൽ 61% പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഖുർആനിലെ 61% പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 39% പദങ്ങളെ ബാക്കിയുള്ളൂ. ഒരു പേജിലെ 78 പദങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നതാണ്. ഓക്കെ, സൂറത്തുൽ അലഖ് 6 മുതൽ 10 വരെയാണ് നമുക്ക് പഠിക്കേണ്ടത്. നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബികർ റുജ്ആ أرأيت الذي ينهى عبدا إذا صلى. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കി എത്ര വാക്ക് നിങ്ങൾക്ക് അറിയുന്നതാണെന്ന്. കല്ല അറിയാം, ഇന്ന അറിയാം, ഇൻസാൻ അറിയാം, അൻ അറിയാം. നമ്മൾ പഠിച്ചതാണ്, പക്ഷെ ഇവിടെ ഹൈലൈറ്റ് ആവുന്നില്ല, ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. വീണ്ടും ഇന്ന വീണ്ടും വന്നു. ഇലായുണ്ട്, ഓക്കെ. 7 വരെ പഠിച്ചു കഴിഞ്ഞതാണ്. 7 വരെ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് പഠിക്കേണ്ടത് 11 മുതൽ 14 വരെയാണ്. ഇവിടെ 7 വരെ കൊടുത്തത് അതിന്റെ തുടർച്ച അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അല്ല, 6 മുതൽ 10 വരെ ഇവിടെ കൊടുത്തത് അതിന്റെ തുടർച്ച അറിയാൻ വേണ്ടിയാണ്. നമുക്ക് പഠിക്കേണ്ടത് 11 മുതൽ 14 വരെയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى. ഇന്ന് ലളിതമായ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോ ഇവിടെ അറഅയ്ത പറഞ്ഞല്ലോ, അതിന്റെ തുടർച്ച കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ എടുത്ത് ചേർത്തത്. അറഅയ്ത അല്ലദീ യൻഹാ. അറഅയ്ത നീ കണ്ടുവോ? നാം സൂറത്തുൽ മാഊനിൽ പഠിച്ചു. അറഅയ്ത നീ കണ്ടോ? അല്ലദീ യൻഹാ തടയുന്നവനെ, തടയുന്നവനെ നീ കണ്ടോ? അബ്ദൻ ഇദാ സല്ല, ഒരു ദാസൻ നമസ്കരിക്കുമ്പോൾ. അപ്പൊ ദാസൻ നമസ്കരിക്കുമ്പോൾ തടയുന്നവനെ നീ കണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്റെ തുടർച്ച. വീണ്ടും അറഅയ്ത ഇൻ കാന അലൽ ഹുദ. അറഅയ്ത നീ കണ്ടോ? ഇൻ കാന അയാൾ ആണെങ്കിൽ,
അപ്പോ കാനയ്ക്ക് ആയിരുന്നു എന്നാണല്ലോ അർത്ഥം. ചില സന്ദർഭത്തിൽ ആകുന്നു എന്ന രീതിയിൽ അർത്ഥം വരും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇൻ കാന അലൽ ഹുദ, അയാൾ ആയിരുന്നെങ്കിൽ. ആയിരുന്നെങ്കിലോ? റഅയ്ത, നീ കണ്ടോ? ഇൻ കാന, ആയിരുന്നെങ്കിലോ, അവൻ ആയിരുന്നെങ്കിലോ, അലൽ ഹുദ, നേർവഴിയിൽ. അപ്പൊ ഇവിടെ കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടി ഒന്ന്, പ്രഥമ വ്യക്തിത്വം ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ ഉറക്കെ ഓതി നമസ്കരിക്കുന്നു. ജനങ്ങൾക്ക് തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹു ഏകനാണ് എന്നും പരലോകമുണ്ട് എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, ദൈവഭക്തിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് പറഞ്ഞത് അറഅയ്ത ഇൻ കാന അലൽ ഹുദ, അയാൾ നേർമാർഗത്തിലാണെങ്കിലോ, ഈ പ്രവാചകൻ നേർമാർഗത്തിലാണെങ്കിലോ. നേരെ മറിച്ച് അറഅയ്ത ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുന്നുവെങ്കിലോ. നന്മ കൽപ്പിക്കുകയും നേർവഴിയിൽ നിലക്കൊള്ളുകയുമാണെങ്കിലോ. അയാൾ നേർവഴിയിൽ നിലക്കൊള്ളുക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേർവഴിയിലാണ്. അപ്പൊ അങ്ങനെ നേർവഴിയിലാണെങ്കിലും അയാൾ ഉപദേശിക്കുന്നത് ഭക്തി പുലർത്താനും നന്മ ചെയ്യാനുമാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന് വളരെ നിശ്ചിതമായ വിമർശന സ്വരത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ സംഭവം നമുക്ക് നമ്മുടെ മനസ്സിരിക്കുന്നത് നല്ലതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവും ധർമ്മവും നീതിയും ന്യായവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഏകത്വം, പരലോകവിശ്വാസം, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം, ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് അബൂജഹലാണ്. അബൂജഹലിന്റെ സ്വഭാവം നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അനാഥകളുടെ പോലും സ്വത്ത് അപഹരിച്ച് സ്വന്തം കീശ വീർപ്പിക്കുകയും വയറ് വീർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അബൂജഹൽ. അപ്പൊ ആ അബൂജഹലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അബൂജഹലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കെ, നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിരിക്കെ അബൂജഹൽ വന്ന് നബിയെ തലയിൽ ചവിട്ടാൻ ഭാവിച്ചു. ചവിട്ടാൻ പറ്റിയില്ല, എങ്കിൽ പോലും അങ്ങനെ മുഖം കുത്തി നമസ്കരിക്കുന്നു. ഇതെന്ത് നമസ്കാരം, ഇതെന്ത് ആരാധന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ് അബൂജഹൽ ചെയ്തത്. അബൂജഹൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒന്നാമൻ അറഅയ്ത ഇൻ കാന അലൽ ഹുദ, അവൻ ആദ്യം ഈ ഭക്തി പുലർത്തുന്ന ആള്, അല്ലെങ്കിൽ ഭക്തി പുലർത്താൻ ഈ നന്മ ഉപദേശിക്കുന്ന ആള് ഭക്തി പുലർത്താനാണ് കൽപ്പിക്കുന്നതെങ്കിലോ. അറഅയ്ത അല്ല, അറഅയ്ത ഇൻ കാന അലൽ ഹുദ, ഈ നന്മ കൽപ്പിക്കുന്ന ആള് നേർമാർഗത്തിലാണെങ്കിലോ. ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ തഖ്വ ഉപദേശിക്കുകയാണെങ്കിലോ. എങ്കിൽ പോലും നിങ്ങൾ ഈ മോശമായ നിലപാടാണോ സ്വീകരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോ പ്രധാനപദാർത്ഥം എന്നുള്ളത് നോക്കുക. വിശദീകരണം പഠിക്കുമ്പോഴേ പ്രധാനപദാർത്ഥം വിട്ടുപോകാൻ പാടില്ല. അറഅയ്ത, നീ കണ്ടോ, നിന്റെ അഭിപ്രായം എന്ത് എന്നാണ് യഥാർത്ഥത്തിൽ. നീ എന്ത് പറയുന്നു, നീ എന്താണ് നിന്റെ വീക്ഷണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കാന അലൽ ഹുദ, അദ്ദേഹം ആണെങ്കിൽ, കാനയ്ക്കൂടെ ആകുന്നു എന്നർത്ഥമാണ്. ഇൻ കാന, അവൻ ആണ് എങ്കിൽ, അലൽ ഹുദ, നേർവഴിയിൽ. അപ്പോ നന്മ ഉപദേശിക്കുന്നയാള് നേർവഴിയിലും ഒരു പ്രത്യേക നല്ല കാര്യമൊന്നും പറയാനില്ലാത്തവർ
അതായത് ഇൻകാന അലൽ ഹുദ, മറുഭാഗത്ത് നിന്നുകൊണ്ട് നേർവഴിയിൽ നടക്കുന്ന ആൾക്കാരെ തടയുകയും മർദ്ദിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിലോ എന്നാണ് ചോദ്യം. അതായത് ഇൻകാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ ഭക്തി പുലർത്താൻ കൽപ്പിക്കുന്നുവെങ്കിലോ. അമറ ഔ അമറ ബിത്തഖ്വ. അമറ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അമറ യഅ്മുറു. അപ്പൊ അമറ ഹംസ അടങ്ങിയ ക്രിയയാണ്, അതേപോലെ നസ്ര ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയുമാണ്. അമറ യഅ്മുറു, അമറ കൽപ്പിച്ചു, അമ്ര കൽപ്പന. ഔ അമറ ബിത്തഖ്വ, ഔ അതല്ല, അല്ലെങ്കിൽ അമറ, അമറ തഖ്വ എന്ന് പറയാൻ പറ്റില്ല, തഖ്വ ഉപദേശിച്ചിരുന്നെങ്കിൽ പറയാൻ വേണ്ടി. അപ്പൊ എന്ത് ചെയ്യണം? അമറ ബി വേണം. ഔ അമറ ബിത്തഖ്വ. അറഅയ്ത ഇൻ കസ്സബ വതവല്ല. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ മുഖം കുത്തി ഇങ്ങനെയാണോ ആരാധന എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച ആൾക്കാർ, അവരെ സമയത്തോളം അറഅയ്ത നീ കണ്ടില്ലേ, അല്ലെങ്കിൽ നീ കണ്ടോ, ഇൻ കാന അവൻ, ഇൻ കസ്സബ അവൻ കളവാക്കിയെങ്കിലോ, വതവല്ല പിന്തിരിഞ്ഞു പോവുകയും ചെയ്തുവെങ്കിലോ. ഇൻ കസ്സബ, അപ്പൊ കസ്സബ എന്ന വാക്ക് നമ്മളിപ്പോ പഠിച്ചതാണ്. തവല്ല ഉത്തരവാദിത്വം ഏറ്റെടുത്തു, അല്ല, ഇവിടെ തവല്ലയുടെ അർത്ഥം പിന്തിരിഞ്ഞു എന്നാണ്, തിരിഞ്ഞുപോയി. അപ്പോ പ്രവാചകനെ സമയത്തോളം പ്രവാചകനെ സമയത്തോളം അമറ ബി തഖ്വ, തഖ്വ കൽപ്പിക്കുന്നു. അതേസമയം പ്രവാചകനെ എതിർക്കുന്ന ആളാണെങ്കിലോ, അതായത് കസ്സബവത്തവല്ല കളവാക്കുകയും പിന്തിരിഞ്ഞു പോവുകയുമാണ് ചെയ്യുന്നെങ്കിലോ, അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അറഅയ്ത ഇൻ കസ്സബ വതവല്ല അലം യഅലം, അലം യഅലം അവൻ അറിഞ്ഞിട്ടില്ലേ. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. അലം യഅലം അവൻ അറിഞ്ഞിട്ടില്ലേ. ബി അന്നല്ലാഹ, യഅലമുവിന്റെ കൂടെ വരേണ്ട ഒരു പദമാണ് ബി, അതുകൊണ്ട് അതുകൊണ്ട് അലിമയുടെ കൂടെ എപ്പോഴും എന്തുണ്ടാകും? ബി ഉണ്ടാകും. എപ്പോഴുമല്ല, പലപ്പോഴും. അലം യഅലം ബി അന്നല്ലാഹ യറ, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ലേ. എന്നല്ലാഹ യറ. ലം എന്ന പദം 79 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ചേർത്ത് പറഞ്ഞു പഠിച്ചാൽ മതി. അലം യഅലം അവൻ അറിഞ്ഞിട്ടില്ലേ, ബി അന്നല്ലാഹ എന്തുകൊണ്ടെന്നാൽ അള്ളാഹു യറ അവൻ കാണുന്നുണ്ട് എന്ന്. അലം യഅലം ബി അന്നല്ലാഹ യറ, അലം യഅലം ബി അന്നല്ലാഹ യറ, അള്ളാഹു കാണുന്നുണ്ട് എന്ന് അവൻ അറിഞ്ഞിട്ടില്ലേ. ഇവിടെ നാം ഖുർആന്റെ ഭാഗം കഴിഞ്ഞു. അതേപോലെ സബ്ബഹ ഗ്രൂപ്പിലെ 4 ക്രിയകൾ പഠിച്ചു കഴിഞ്ഞു, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം എന്ന് ഞാൻ പറഞ്ഞു.
ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പലരും ഉറക്കത്തിലായി. സംശയങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.